മോർണിംഗ് പ്രേസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ആത്മാവിൻ്റെ വില എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വില, ജീവൻ്റെ വില എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്മെഷറബിളാണ്. ആർക്കും അതിനെ മെഷർ ചെയ്യാൻ പറ്റാത്തതാണ്. ആർക്കും ഒരു വിലയിടാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഒരു വ്യക്തിയുടെ ജീവൻ്റെ വില എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പം അതും മനസ്സിലാക്കിക്കൊണ്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് നമ്മൾക്ക് വേണ്ടി പാപമായിട്ട് തീരുന്നതിന് വേണ്ടി വന്നതും, ക്രോസ് ഓഫ് കാൽവറി നമ്മൾക്ക് വേണ്ടി പാവമായിട്ട് തീർന്നതും, അല്ലെ? നമ്മൾക്ക് വേണ്ടി മരിക്കും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. പാതാളം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടി അല്ല ഒരിക്കൽ പോലും, അല്ലെ? അത് സൃഷ്ടിച്ചത് പിശാചിനു വേണ്ടിയാണ്, അവന്റെ ടീമിനും വേണ്ടിയാണ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ആടത്തിന്റെ സമയം തൊട്ടിങ്ങോട്ട് നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഇമേജിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ലൈക്നെസ്സിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെ? ദൈവത്തെ പോലെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഗ്ലോറി എല്ലാം നശിപ്പിച്ചുകൊണ്ട് ആദം പാപം ചെയ്തപ്പോൾ, അല്ലെ, ആദവും ഈവും വീണുപോയി. അതോടൊപ്പം തന്നെ അവരുടെ സന്തത പരമ്പരകളായിട്ടിരിക്കുന്ന നമ്മൾക്കും ആ പാപപരമായിട്ടുള്ള സ്വഭാവം നമുക്ക് കൈമുതലാക്കി, അല്ലെ? ഹെറിഡിറ്ററി പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടി, അല്ലെ? പക്ഷെ അവത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് യേശുവിന്റെ ആ ഗ്ലോറിയിലേക്ക്, യേശുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ മാറ്റുക ചെയ്തിരിക്കുന്നത്. നമ്മളെ യേശു രക്ഷിച്ചപ്പോൾ നമ്മുടെ ആ പാപത്തിൽ നിന്ന്, അല്ലെ, യേശുവിനെ രക്ഷനായിട്ട് സ്നേഹിച്ച ആ നിമിഷത്തെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം. പക്ഷെ ഇന്ന് നമ്മുടെ ദൈവം പറഞ്ഞ് ഇങ്ങനെയാ, നമ്മൾക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. പക്ഷെ ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് യേശുവിന്റെ വഴി കൂടെ നടക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെ? നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിച്ചിരിക്കുന്നത് കൊണ്ട് യേശുവിന്റെ വഴി കൂടെ നടക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ പിന്നെയും തിരിച്ചു പോയി ആ പാപത്തിന്റെ അടിമത്തത്തിലായിപ്പെടുന്നതിന് വേണ്ടി അല്ല. അപ്പൊ പാപത്തിന്റെ അടിമകളാകാതെ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കണ്ണും കൈയുമെല്ലാം കാലുമെല്ലാം നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുമെങ്കിൽ അതിനെ പറിച്ചുകള എന്ന് തന്നെയാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫിസിക്കലി നമ്മൾ കൈയും കാലും തല്ലി ഒടിച്ച് കളയണം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ പാപത്തിന്റെ സ്വഭാവം, അല്ലെ, പാപത്തിന്റെ നേച്ചർ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ അത് 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 മുളയോടെ നുള്ളിക്കളയണം എന്നാണ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറഞ്ഞു. കർത്താവ് അങ്ങയുടെ സ്നേഹം പോലത്തെ സ്നേഹമില്ല കർത്താവ്. ഞങ്ങളെ തെരഞ്ഞു വന്ന സ്നേഹം നന്ദി പിതാവ്. കർത്താവ്, ലോർഡ് ഫാദർ ഗാഡ്, ഓ ജീസസ്, ഞങ്ങളുടെ പാപത്തിന്റെ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സ്വഭാവം ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ കർത്താവ്. ലോർഡ് ഫാദർ, ഞങ്ങളെ അങ്ങ് ഫ്രീ ആയിരിക്കുന്നു, ഫ്രീഡത്തിനായിട്ട് ഞങ്ങൾ ഫ്രീ ആയിരിക്കുന്നു കർത്താവ്. ആ ഫ്രീഡം അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹം നുകർന്നുകൊണ്ട് കർത്താവ് ഇനി വരുന്ന സമയത്ത് മൊത്തം കർത്താവ് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. പാവങ്ങളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യുന്ന അപേക്ഷ ഞങ്ങളോട് സംസാരിക്കുന്ന അപേക്ഷ യേശുവിന്റെ നാമത്തിലാണ്. അപ്പൊ നമുക്കിന്ന് മാർക്കോസിൽ നിന്ന് വായിക്കാം. മാർക്കോസിന്റെ 9ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അതിന്റെ 43 തൊട്ട് 48 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. മാർക്കോസിന്റെ 9ന്റെ 43 തൊട്ട് 48 വരെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. ഊനനായി ജീവനിൽ കടക്കുന്ന 2 കൈയുള്ളവർ ആയി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. മുടന്തനായി ജീവനിൽ കടക്കുന്നത് 2 കാലുള്ളവൻ ആയി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കണ്ണു നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്നു കളയുക. ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്ന 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെട്ടു പോകുന്നുമില്ല. അപ്പോ നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഇത് നമ്മളെ ഫ്രീ ആക്കിയിരിക്കുന്നത് ഫ്രീഡത്തിനായിട്ടാണ്. ഗലാത്യർക്ക് ലേഖനത്തെ 5ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 1ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ മുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. അപ്പോൾ നമ്മളെ സ്വാതന്ത്ര്യമാക്കിയിരിക്കുമ്പോൾ, യേശുവിന്റെ രക്തം കൊടുത്ത് നമ്മൾ വീണ്ടെടുത്തിരിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചിരിക്കുമ്പോൾ, അല്ലെ, പഴയ ആ പാപത്തിന്റെ സ്വഭാവം അതിനെ കംപ്ലീറ്റ് ആയിട്ട് അത് വേരോടുകൂടി പിഴുതു കളഞ്ഞു യേശു ക്രിസ്തു, അല്ലെ? പക്ഷെ ഇനി നമ്മൾ തിരിച്ച് പാപത്തിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാതിരിക്കുക, പാപത്തിലേക്ക് പോകാതിരിക്കുക, അല്ലെ? അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പാപത്തിന്റെ സ്വഭാവം വരുന്നത് നമ്മുടെ കാർണൽ നേച്ചറിൽ നിന്ന്, ജഡത്തിന്റെ സ്വഭാവത്തിൽ നിന്നാണ്, അല്ലെ? അപ്പൊ നമ്മളുടെ ജഡം രൂപപ്പെട്ടിരിക്കുന്നത് അത് ആടത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ്.
പക്ഷെ ഇന്ന് നമ്മുടെ ഉള്ളിൽ ദൈവം പുതുതായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ആ വ്യക്തി അല്ലെ, ആ ഇന്നർമോസ്റ്റ് മാൻ, അത് ഇന്നർമോസ്റ്റ് ബീങ് അല്ലെ, അതെന്ന് പറയുന്നത് ഉള്ളില് നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത്, യേശുവിൽ വിശ്വസിച്ച സമയത്ത്, സ്നാനപ്പെട്ട സമയത്ത് നമ്മള് ആ വെള്ളത്തിൽ നിന്ന് വന്നപ്പോൾ അല്ലെ, നമ്മള് എന്താ പറയുക, ഒരു പുതിയ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒരു പുതിയ സൃഷ്ടി തന്നെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു അല്ലെ. നേരത്തെ മരിച്ചിരുന്ന നമ്മുടെ ആത്മാവിനെ ദൈവം ജീവൻ വെപ്പിച്ച് ആ പഴയ ആത്മാവിനെ ജീവിച്ച് പുതിയതായിട്ട് കൊണ്ടുവന്നു, പുതിയൊരു ആത്മാവിന് ദൈവം നമ്മുടെ ഉള്ളില് സൃഷ്ടിച്ചെടുക്കുന്നു. ആ ആത്മാവ്, ആ എന്താ പറയുക വ്യക്തി എന്ന് പറഞ്ഞാല് യേശുവിന്റെ യേശുവിന്റെ സ്വഭാവത്തോടെയാണ് വന്നിരിക്കുന്നത്. പഴയ കാര്യങ്ങളെല്ലാം പോയിരിക്കുന്നു. ഇന്ന് യേശുവിന്റെ സ്വഭാവത്തിൽ. അപ്പൊ നമ്മളുടെ ജഡത്തിന്റെ സ്വഭാവം എപ്പോഴും നമ്മളെ പുറകിലേക്ക് പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും അല്ലെ. തിരിച്ചു വാ തിരിച്ചു വാ. അപ്പൊ നമുക്കറിയാം, എന്താ പറയുക, ജനസേസ് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. 8ാമത്തെ ചാപ്റ്ററിന്റെ വാക്ക് പറയുവാണെങ്കിൽ 21ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ഹൃദയം, മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാല് എപ്പോഴും ഇങ്ങനെ ഈവിളിലേക്ക് അല്ലെ, പാപത്തിലേക്ക് അല്ലെ, മോശപ്പെട്ട കാര്യത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള ഹൃദയം നമുക്കുള്ളത്, മനുഷ്യർക്കുള്ളത് അല്ലെ. പക്ഷെ അത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ പറ്റിയാണ്. അപ്പോ നമ്മൾ ജഡത്തിന്റെ സ്വഭാവത്തിലായിരിക്കുമ്പോ എന്നും നമ്മുടെ ഉള്ളില് ആ ഒരു പാപത്തിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മളോട് പറയുന്നത്, എന്താ പറയുക, ക്രോസ് എടുത്തുകൊണ്ട് എല്ലാ ദിവസവും യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നതിന്റെ കാര്യം അല്ലെ. ക്രോസിലാണല്ലോ, ക്രൂശിലാണല്ലോ യേശുക്രിസ്തു ക്രൂശ് തന്നെ ആകെ മരിക്കുകയും ചെയ്തല്ലേ. അപ്പൊ ക്രോസ് എന്ന് പറയുമ്പോൾ അവിടെ കൊല്ലപ്പെടുന്ന സ്ഥലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്വഭാവം, നമ്മുടെ പാപത്തിന്റെ സ്വഭാവത്തെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞേ പറ്റത്തുള്ളൂ. ഒരു ആത്മാവിന്റെ ബല അല്ലെ, അത് എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞാലും ഒരു നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കത്തില്ല. മനുഷ്യനെ കൊണ്ട്, മനുഷ്യന്റെ എത്ര നല്ല പ്രവർത്തികൾ കൊണ്ടൊന്നും ഒരിക്കൽ പോലും നേടാൻ വയ്യാത്ത ഒരു കാര്യമാണ് മനുഷ്യന്റെ ആത്മാവ് അല്ലെ. അപ്പൊ പലരും പറയും, പല മലകളിൽ പോ, അവിടെ പോ, ഇത് ചെയ്യ, ആ അമ്പലത്തിൽ പോ, ഈ അമ്പലത്തിൽ പോ, ഇവിടെ പോ, അവിടെ പോ അല്ലെ, എല്ലാ കാര്യങ്ങളും സകല പൂജകൾ നടത്തി, ഇത് ചെയ്യ, അത് ചെയ്യ, അങ്ങനെയൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ എന്താ പറയുക ചെയ്യും. എന്താ വെച്ചാൽ പാപമോശത്തിന് വേണ്ടി, ആത്മാവിന്റെ മോശത്തിന് വേണ്ടി. പക്ഷെ അതുകൊണ്ട് ഒന്നും കാര്യമില്ല. മനുഷ്യന്റെ ഒരു പ്രവൃത്തി കൊണ്ടും ഒരിക്കൽ പോലും ഒരു വ്യക്തിക്കും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കത്തില്ല. ഒരു വ്യക്തിക്കും തന്റെ പ്രവൃത്തി കൊണ്ടോ, തന്റെ പണം കൊണ്ടോ, തന്റെ പദവി കൊണ്ടോ, ഈ ലോകത്തിൽ കിട്ടുന്ന എന്തും കൊണ്ടോ ഒരിക്കൽ പോലും ഒരു വ്യക്തി തന്റെ ജീവനെ വീണ്ടെടുക്കാൻ സാധിക്കത്തില്ല അല്ലെ. അപ്പൊ അത് അറിയാവുന്ന കൊണ്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് വന്നത്. ഒരു വ്യക്തിയുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ ഒരൊറ്റ കാര്യം മാത്രം ഉണ്ടാവുള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ രക്തം. ആ യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തിരിക്കുന്ന ആൾക്കാരാണ് നമ്മളിപ്പോ. മാർക്കോസ് സുവിശേഷം തന്നെ 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 37ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മാർക്കോസിന്റെ 8:37 പറഞ്ഞിരിക്കുന്നത്, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും അല്ലെ. നമ്മൾക്ക് ഒരു വ്യക്തി, ഒരു ഒരാളുടെ ജീവന് പകരമായിട്ട് ഒന്നും കൊടുക്കാനില്ല ദൈവത്തിനല്ലാതെ. 36ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ സകല ലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്തു പ്രയോജനം. ഈ സകല ലോകത്തെക്കാളും വിലയാണ് ഒരു വ്യക്തിയുടെ ആത്മാവിന് ചുരുക്കം അല്ലെ. അപ്പോ നമ്മളെ ദൈവം വിടുവിച്ചിരിക്കുന്നത് ആ സ്വാതന്ത്ര്യത്തിൽ നടക്കുന്നതിന് വേണ്ടിയാണ്. അവൻ യേശുക്രിസ്തു ഓൾറെഡി തന്റെ രക്തം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള കാര്യങ്ങൾ തുകയും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ നമ്മള് പിന്നെയും പാപത്തിൽ ആയി പോകാതിരിക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം, അത് സ്വാതന്ത്ര്യം ആയിട്ട് തന്നെ യേശുവിന്റെ എന്താ പറയുക വഴി കൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യമായിട്ട് തന്നെ അത് ഉപയോഗിക്കുക അല്ലെ. അപ്പൊ നമുക്കറിയാം, റോമക്കാരുടെ ലേഖനത്തിൽ 8ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 1ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നത്, യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് അല്ലെ, എന്താ പറയുക, ഹോളി സ്പിരിറ്റിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഇനി ഒരു കണ്ടംനേഷൻ ഇല്ല, ഇനി ഒരു കുറ്റപ്പെടുത്തല്ല. അവര് വീണ്ടെടുത്തതാണ് ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വെറുതെ ഞാൻ യേശുക്രിസ്തുവിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പക്ഷെ എന്താ പറയുക, ഹോളി സ്പിരിറ്റിനാൽ നയിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ അല്ലെ. ഹോളി സ്പിരിറ്റിനാൽ നയിക്കപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഒരു കണ്ടംനേഷൻ ഇല്ലാതെ വരുന്നുള്ളൂ. അല്ലാത്തവർക്ക് എല്ലാവർക്കും കണ്ടംനേഷൻ ഉണ്ടെന്ന് ചുരുക്കം അല്ലെ. യേശുവിലായിരിക്കുന്നു എന്ന് പറയുകയും പാപത്തിലായിരിക്കുകയും ജീവിതം കൊണ്ട് നയിക്കുകയും ചെയ്യുന്ന പല ക്രിസ്ത്യൻസിനാണ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. അപ്പോ
യേശു നമ്മൾക്ക് നമ്മളായിരിക്കണം എന്ന് വിചാരിക്കുന്ന വഴി കൂടെ പോകാൻ ഇന്നത്തെ ചർച്ചിന് സാധിക്കുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ പാപമുണ്ട് അല്ലെ. പല പല ചർച്ചുകളും പലതരത്തിലുള്ള പാപങ്ങൾ നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവം അങ്ങനെ പറയുന്നത് വെച്ചാല് ജീവനിലേക്ക് പോകണമെങ്കിൽ ഇവിടെ സ്വർഗം എന്ന് പോലും അല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം മർക്കോസ് എഴുതിയ സുവിശേഷം നമ്മളിപ്പോ വായിച്ചതോളം 9ാമത്തെ ചാപ്റ്ററിന്റെ നമ്മളിങ്ങനെ 43, 48 വരെ വായിച്ചപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത് വെച്ചാല് എന്താ പറയുക, ഒരിക്കലും കെടാതിരിക്കുന്ന നരകത്തിൽ പോകുന്നതിന് വേണ്ടിയും ജീവനിലേക്ക് എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയും അല്ലെ. അപ്പൊ ജീവനിലേക്ക് കയറുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇവിടുത്തെ ഈ ലോകത്ത് നമ്മൾ കാണുന്നതല്ല ശരിക്കും പറഞ്ഞാൽ ജീവൻ എന്ന് പറഞ്ഞാൽ അല്ലെ. ഈ ജീവൻ എന്താ പറയുക, ജീവൻ എന്നുള്ളത് ഇവിടെ മരണം കഴിഞ്ഞിട്ട് ഈ ശരീരം പോയതിനു ശേഷം നടക്കുന്ന കാര്യമാണ് ജീവൻ എന്ന് പറഞ്ഞത് അല്ലെ. അപ്പോ അങ്ങനെയാകുമ്പോ മുടന്തനായിട്ട് ജീവനിൽ കടന്നാലും കുഴപ്പമില്ല, കൈയില്ലാത്തവനായിട്ട് ജീവനിലേക്ക് കടന്നാലും കുഴപ്പമില്ല, ജീവനിലേക്ക് കടക്കണം. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നിത്യത എന്നുള്ളത് ജീവൻ അല്ലെ. യേശുക്രിസ്തുവിന്റെ ഒപ്പമായിരിക്കും എന്നുള്ളത് ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ ആ നിത്യതയില് നമ്മള് ഉണ്ടായിരിക്കണം അല്ലെ. നിത്യതയില് യേശുവിന്റെ ഒപ്പം, ജീവനിൽ യേശുവിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. അത് ദൈവത്തിന് വളരെയധികം എന്താ പറയാ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പിന്നെയും ബൈബിൾ ഇങ്ങനെ എടുത്തെടുത്ത് ദൈവം പറയുന്നതിന്റെ കാര്യം. നമ്മളിപ്പോ സങ്കീർത്തനം 49ാമത്തെ സങ്കീർത്തനത്തിൽ പോകുമ്പോൾ 9ാമത്തെ വാക്കിങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതും അതൊരു നാളും സാധിക്കുകയില്ല എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയുടെ, അപ്പൊ അതിന് മുമ്പത്തെ 7ാമത്തെ വാക്കോട്ട് ഇങ്ങോട്ട് വായിക്കണം ഇങ്ങനെ പറഞ്ഞത്, സഹോദരൻ ചൗക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതും അത് ഒരു നാളും സാധിക്കുകയില്ല. അപ്പൊ ഒരു വ്യക്തിന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് അത് വളരെ വിലയേറിയതാണ് അല്ലെ. അത് സാധാരണയായിട്ടുള്ള ഒരു കാര്യവും കൊടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിന്റെ പ്രാണൻ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കത്തില്ല. ഈ ലോകത്തിനേക്കാളും വിലയേറിയതാണ്. ഇപ്പൊ ഈ ലോകത്തിൽ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ. സ്വർണ്ണമുണ്ട്, പണമുണ്ട്, പദവികളുണ്ട്, കുടുംബ മഹിമകളുണ്ട്, അങ്ങനെ സകല കാര്യങ്ങളുണ്ട് അല്ലെ. വലിയ വലിയ പേരുകളുണ്ട്, വലിയ വലിയ പ്രശസ്തികളുണ്ട്, എല്ലാം ഉണ്ട്. അതിനേക്കാളെല്ലാം ഉപരിയാണ് അല്ലെ. അതിനേക്കാളെല്ലാം ഉപരിയാണ് ഒരു വ്യക്തിയുടെ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അത്രയധികം വില കൂടിയ ആത്മാവിനെ അതിനേക്കാളും വില കൂടിയായിട്ടുള്ള യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുമ്പോൾ ഇനി ആ വീണ്ടെടുത്ത രക്തത്തെ ചവിട്ടി എന്താ സാധാരണ ഒരു രക്തം പോലെ ആക്കി അല്ലെ. നമ്മളോട് ദൈവം വെച്ചിരിക്കുന്ന കവനന്റും എല്ലാം മറന്നുകൊണ്ട് ദൈവത്തിന്റെ വഴി കൂടെ നടക്കേണ്ട കാര്യങ്ങളെ പറ്റി മറന്നോണ്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരു നടപ്പ് നടക്കാനാണെങ്കിൽ നമ്മള് എന്താ പറയുക, ജീവനിലേക്ക് കടക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് യേശുക്രിസ്തു പറയുക, നിന്റെ കൈ നിനക്ക് പ്രശ്നമാണെങ്കിൽ, നിന്റെ കൈ നിന്നെ പാപത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ, നിന്റെ കാല് നിനക്ക് പാപത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, നിന്റെ കണ്ണുകൾ നിന്നെ പാപത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിനെ എല്ലാം നശിപ്പിക്കുക എന്ന് പറയുക. എന്ന് പറഞ്ഞാല് കൈ കൊണ്ടും വെറുതെ ഒരു കൈക്ക് പോയി പാപം ചെയ്യാൻ സാധിക്കത്തില്ല, വെറുതെ കാലിന് ഒരു പാപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല, കണ്ണിന് വെറുതെ പാപം ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം പോലെയാണ് അല്ലെ. ഹൃദയത്തിൽ എന്താണോ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, ഓരോ വ്യക്തിയും പെരുമാറുന്നത്. ഹൃദയം മോശമാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മൊത്തം മോശമായിരിക്കും. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്ന വെച്ചാല് കൈ വെട്ടിക്കളയുക, അല്ലെ കാല് വെട്ടിക്കളയുക, കണ്ണ് ചൊഴുന്നു കളയുക എന്ന് പറയുമ്പോ ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് നിന്റെ ഹൃദയത്തെ നേരെ ചൊവ്വെ സൂക്ഷിച്ചു അല്ലെ. അപ്പൊ പാപത്തിലേക്ക് പിന്നെ പോകാതിരിക്കും അല്ലെ. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല ദൈവം ഗ്രേസ് കൊണ്ട് നമുക്ക് തന്നിരിക്കുന്നത്. പലരും പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യമാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് നമുക്ക് ബാധകമില്ല, ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോ അല്ലെ, ന്യായപ്രമാണം അതൊക്കെ കഴിഞ്ഞുപോയ കാര്യമാണ്, അത് നമുക്ക് അത് ബാധകമില്ല. ഇത് നമുക്ക് ഗ്രേസിന്റെ പീരീഡ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഫ്രീ ആണ്, നമുക്ക് സാൽവേഷൻ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നു. ഇന്നത് ഒരു പ്രാവശ്യം സാൽവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് പോകത്തില്ല, അത് അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എങ്ങനെ വെള്ളം ജീവിക്കാം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് യേശുവിൽ വിശ്വസിച്ചിരുന്ന പല വ്യക്തികളും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന പല വ്യക്തികളും പറയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരിക്കൽ പോലും മറക്കരുതാത്ത ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഫ്രീ ഗിഫ്റ്റ് തരുന്നതിന് വേണ്ടി യേശുക്രിസ്തു ഒന്ന് രക്തം കൊടുക്കേണ്ടി വന്നു അല്ലെ. രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ് അല്ലെ. ദൈവത്തിന് ഒരു വലിയ ഒരു പ്രൈസ് പേ ചെയ്യേണ്ടി വന്നു നമ്മുടെ ആത്മാക്കളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നത്, ആത്മാക്കളുടെ വീണ്ടെടുക്കും എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. ലോകത്തിൽ ഒന്നിനും തന്നെ ഒരു വ്യക്തിന്റെ ആത്മാവിന് വീണ്ടെടുക്കാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടി ദൈവം തന്നെ തീരുമാനിച്ചു, ഞാൻ മരിക്കാൻ പോണു ക്രോസ് ഓഫ് കാൽവറി, കാരണം എനിക്ക് ഇവരെ രക്ഷപ്പെടുത്തിയേ മതിയാകത്തുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ളപ്പം ആ ഗ്രേസിലെ പീരീഡ് നമ്മളുള്ളത്
എന്ന് പറഞ്ഞു. അത് നമ്മൾ ഗ്രേസ് പീരീഡിലുള്ളത്. ആ ഗ്രേസ് പീരീഡ് ദൈവം തന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിന്റെ വഴി കൂടെ നടക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ. നമ്മൾക്കറിയാം ലോ ഓഫ് ദ സിൻ ആൻഡ് ഡെത്ത് എന്നുള്ളത് അല്ലെ. ലോ ന്യായപ്രമാണം എന്നുള്ളത്, ന്യായപ്രമാണം വന്നത് എന്തിനാ വന്നിരിക്കുന്നത്? മനുഷ്യരെ പാപമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ന്യായപ്രമാണം കാരണം ഒരു വ്യക്തി പോലും ഒരിക്കൽ പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ന്യായപ്രമാണത്തിന് കീഴിലായതുകൊണ്ട് അവർക്ക് പാപബോധം ഉണ്ടാകും അല്ലെ. എന്ന് വെച്ചാല് നേരെ ചൊവ്വേ ന്യായപ്രമാണം ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിൽ നിന്ന് ചെയ്യുമ്പോൾ അല്ലെ, ഞാനൊരു പാപി ആയതുകൊണ്ടാണല്ലോ എനിക്ക് ഇനി പിന്നെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ എനിക്ക് ഇത് പറ്റത്തില്ല, എനിക്ക് ഈ പാപമുള്ള ഒരു ജീവിതത്തെ നയിച്ചു എനിക്ക് സാധിക്കത്തില്ല, എനിക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ടല്ലോ എന്ന് മനസ്സിലായിക്കൊണ്ട് എന്താ പറയുക, ദൈവത്തിലേക്ക് നോക്കാൻ താല്പര്യമുള്ള വ്യക്തികളൊക്കെ രക്ഷിക്കപ്പെടുത്തന്നെ ചെയ്യും അല്ലെ. ന്യായപ്രമാണം ചെയ്തുകൊണ്ടല്ല അല്ലെ. ന്യായപ്രമാണത്തിനടിയിലല്ലേ നമ്മൾ ആരും വരുന്നത്, അത് വാസ്തവമാണ്. പക്ഷെ നമ്മള് ന്യായപ്രമാണത്തിന് അടിയിൽ വരാത്തതിന്റെ കാര്യം യേശു ക്രിസ്തു ന്യായപ്രമാണം സകലതും പാലിച്ചത് കൊണ്ടാണ് അല്ലെ. യേശു ക്രിസ്തു ന്യായപ്രമാണം പാലിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെപ്പോലുള്ള ജെന്റൈൽസിന് യേശുവിന്റെ കിങ്ഡത്തിലേക്ക് വരാൻ സാധിക്കുമായിരുന്നില്ല. ഇന്ന് നമ്മൾ ജെന്റൈൽസ് അല്ല, ഇന്ന് നമ്മള് എന്താ പറയുക യേശുവിന്റെ മക്കളാണ് അല്ലെ. പിതാവിന്റെ മക്കളായിട്ട് നമ്മൾ യേശുവിന്റെ ഒപ്പം ഹെവൻലി റിലംസിലാണ് നമുക്ക് സ്ഥാനം തന്നിരിക്കുന്നത്. അത് കാരണമായത് യേശുക്രിസ്തു ന്യായപ്രമാണം പാലിച്ചുകൊണ്ട് അല്ലെ നമ്മൾക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് മാത്രമാണ്. അപ്പൊ നമ്മൾക്ക് ഒക്കെ ഇങ്ങനെ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഞങ്ങള് എന്താ പറയുക ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല വന്നിരിക്കുന്നത്, ഞങ്ങള് ഗ്രേസിന്റെ പേരില്ല. ഇപ്പൊ ഇത് ചർച്ച എന്ന് പറഞ്ഞാൽ ഗ്രേസിന്റെ ടൈം, അപ്പൊ കുഴപ്പമില്ല, ദൈവ സ്നേഹമല്ലേ എന്നൊക്കെ പറഞ്ഞൊരു കാര്യം. ഗ്രേസിന്റെ ടൈമിലാണ് അത് വാസ്തവം. നമ്മള് ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല ഇപ്പൊ ഉള്ളത്, അത് വാസ്തവം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ നിയമത്തിൽ ആ ന്യായപ്രമാണം അത് മാറിപ്പോയപ്പോൾ ഇന്ന് ദൈവത്തിന്റെ ലോ ഉണ്ട് അല്ലെ. നമ്മള് ദൈവത്തിന്റെ അത് കിങ്ഡമാണ്, യേശുക്രിസ്തുവിന്റെ കിങ്ഡമാണ്. കിങ്ഡം സ്റ്റാർട്ട് ആകുന്നത് യേശുക്രിസ്തുവിന്റെ മരണം വഴിയാണ് അല്ലെ. അപ്പൊ ഒരു കിങ്ഡം ആകുമ്പോൾ ഒരു രാജ്യമാണ്, രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ ഇല്ലാതിരിക്കുന്ന കാര്യമില്ലല്ലോ അല്ലെ. അപ്പൊ യേശുക്രിസ്തുവിന്റെ വഴി കൂടെ നടക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് ഗ്രേസ് തന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ ആ എന്താ പറയുക ഗ്രേസ് കൊണ്ട് തന്നെ നമുക്ക് യേശുവിന്റെ വഴി കൂടെ നടക്കാം, പാപത്തിലാകാതിരിക്കട്ടെ അല്ലെ. അതേ യേശു പറഞ്ഞിരിക്കുന്നു. ഒരു കാരണവശാലും യേശു നമ്മോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു കാരണവശാലും പാപം നിങ്ങളുടെ സാൽവേഷനിൽ നിന്ന് കൊണ്ടുപോകാൻ ഇടവരുത്തരുത്. ഈ ലോകത്തിൽ നിന്ന് കിട്ടാവുന്ന ഒരു കാര്യത്തിനും ഒരു സുഖത്തിനും ഒരു എന്താ പറയുക ഒന്നിനും തന്നെ നിങ്ങളെ ദൈവത്തിൽ നിന്ന് മാറ്റിക്കളയാനുള്ള ശക്തി ഉണ്ടാകരുത് അല്ലെ. ആ ഒരു പാപത്തിന്റെ പിടിയിലേക്ക്, ആ ഒരു സ്ലേവറിയിലേക്ക്, ഒരു അടിമത്തത്തിലേക്ക് നിങ്ങൾ പോകരുത് അല്ലെ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തികളാണെങ്കിൽ, ദൈവത്തിന്റെ മുദ്രയുള്ള വ്യക്തികളാണെങ്കിൽ ഒരിക്കൽ പോലും പാപത്തെ അനുവദിക്കരുത് ഹൃദയത്തിന്റെ ഉള്ളിൽ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോൾ നമ്മൾ പിശാചിന് ഒരു എൻട്രി വേ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദൈവം നമ്മളോട് പറയുവാണ് അങ്ങനെ ആകരുത് നമ്മുടെ ജീവിതം അല്ലെ. അങ്ങോട്ട് ജീവിതത്തെ പറ്റിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിനെ പോലെ നമുക്കറിയാം, 2 കൊരിന്ത്യർക്ക് ഇതിലേക്ക് 3 ചാപ്റ്റർ 18 വാക്കിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ അൺവേൾഡ് ആയിട്ടുള്ള ഫേസ് കൊണ്ട് യേശു ക്രിസ്തുവിന്റെ ഗ്ലോറിയിലേക്ക് നോക്കുമ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും അല്ലെ നമ്മൾ ആ യേശുവിന്റെ ലൈക്നെസ്സിലേക്ക്, യേശുവിന്റെ ഇമേജിലേക്ക് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലെ. ഒരു ഡിഗ്രി ഗ്ലോറിയിൽ നിന്ന് അടുത്ത ഡിഗ്രി ഗ്ലോറിയിലേക്ക് അല്ലെ. അതാണ് ദൈവം നമ്മളെ പ്രതീക്ഷിക്കുന്നത് അല്ലെ. ദൈവത്തിന്റെ മക്കളായിട്ട് ഒരു ഡിഗ്രി ഗ്ലോറിയിൽ നിന്ന് അടുത്ത ഡിഗ്രി ഗ്ലോറിയിലേക്ക് പോകാൻ, അല്ലാതെ പാപത്തിലാകാതിരിക്കുക. അപ്പൊ കെയർഫുൾ ആയിരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്, അതിനെപ്പറ്റിയാ പറയുന്നത് അല്ലെ. പാപത്തിന്റെ വഴി കൂടെ ആ ടെൻഡൻസി ഉണ്ടെങ്കിൽ യേശുവിനോട് വന്ന് മാപ്പ് ചോദിക്കുക. പാവം ചെയ്തു പോട്ടോടെ തിരിച്ചു വന്ന് യേശുവിനോട് മാപ്പ് ചോദിക്കുക അല്ലെ. ഏതെങ്കിലും ഏരിയയില്, ജീവിതത്തിന്റെ ഏരിയയിൽ ഒരു ഡെലിവറൻസ് ആവശ്യമുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കുക, ദൈവം ചെയ്തു വരും. കാരണം നമ്മളെല്ലാവരും ദൈവത്തിന്റെ സ്വർഗത്തിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ എന്താ പറയാ ആഗ്രഹം. പാപത്തിലാകാതിരിക്കുക. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചോണ്ട് നിർത്താം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ സ്നേഹം പോലത്തെ സ്നേഹമില്ല കർത്താവ്. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ, ഞങ്ങൾക്ക് പാപമുള്ള ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ കർത്താവ് നശിപ്പിച്ച് കളന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങയുടെ ലൈക്നെസ്സിൽ, അങ്ങയുടെ ഇമേജിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ ഫാദർ ഫോർ റിസറക്ഷൻ. കർത്താവെ, ഞങ്ങളെ കൂടെ കൂട്ടുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് വരുന്നു. യേശുവിന്റെ നാമത്തിന്റെ നന്ദി പിതാവേ. യേശുവിന്റെ നാമത്തിന്റെ അമ്മേ അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കാൻ എന്നെ കേട്ടോണ്ടിരിക്കുന്ന സകല വ്യക്തികളെയും കർത്താവെ, അവരുടെ ജീവിത സകലത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടായിക്കട്ടെ. ഓവർകമേഴ്സ് ആയിക്കട്ടെ ഞങ്ങൾ എല്ലാവരും കർത്താവെ. ഓ മാസം ഞങ്ങൾ ഓവർകമേഴ്സ് ആയിരിക്കും യേശുവിന്റെ നാമത്തിന്റെ ആമേൻ. കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.